എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി സ്കൂൾ കോഴ്സ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിനെ കുറിച്ച് വിദ്യാർത്ഥികൾക്ക് അറിയേണ്ട എല്ലാവിധ ഡീറ്റെയിൽസും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ വഴി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി സ്കൂൾ കോഴ്സ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റുകളെക്കുറിച്ചും എത്ര തരം ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റുകളാണ് ഉണ്ടാവുക, എങ്ങനെയാണ് ട്രാൻസ്ഫറിന് അപേക്ഷിക്കേണ്ടത്, ആർക്കൊക്കെയാണ് ട്രാൻസ്ഫറിന് അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുക എന്നുള്ള ഡീറ്റെയിൽസാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോ ചില സമയങ്ങളിൽ ലെങ്ത് കൂടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രദ്ധിക്കുക. അങ്ങനെയെങ്കിലാണ് നിങ്ങൾക്ക് വീഡിയോയുടെ പറയുന്ന ഫുൾ ഡീറ്റെയിൽസും അറിയാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് +1ൻ്റെ സ്കൂൾ കോഴ്സ് അതുപോലെ തന്നെ ജില്ലാ ട്രാൻസ്ഫർ, അതായത് ആദ്യം ഈ ഒരു ട്രാൻസ്ഫർ ഉണ്ടാവുക സ്കൂൾ കോഴ്സ് ട്രാൻസ്ഫർ ആണ്. അത് നിങ്ങൾക്ക് സ്കൂളും മാറാം കോഴ്സും മാറാം. ഇതാണ് ഈ ഒരു സ്കൂൾ കോഴ്സ് ട്രാൻസ്ഫർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തതായിട്ടുള്ളത് രണ്ടാമത്തെ മറ്റൊരു ടൈപ്പ് ട്രാൻസ്ഫർ ആണ് സ്കൂൾ കോഴ്സ് ഡിസ്ട്രിക്ട് ട്രാൻസ്ഫർ. അതായത് ഒരു ജില്ലയും മാറാം സ്കൂളും മാറാം കോഴ്സും മാറാം. അതാണ് ഈ ഒരു ജില്ലാനന്തര ട്രാൻസ്ഫർ എന്ന് പറയുന്ന ഡിസ്ട്രിക്ട് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു 2 ടൈപ്പ് ട്രാൻസ്ഫർ ആണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു എങ്ങനെയാണ് ട്രാൻസ്ഫറിന് അപേക്ഷിക്കുന്നത് എന്നുള്ള കാര്യം ആർക്കൊക്കെ അപേക്ഷിക്കാമെന്ന് പറയാം. അപ്പോൾ ഒരു വിദ്യാർത്ഥി ഇപ്പോൾ 10 ഓപ്ഷൻസ് കൊടുത്തു എന്ന് വിചാരിക്കാം. അപ്പോൾ 10 ഓപ്ഷൻസ് കൊടുത്ത സമയത്ത് ആ ഒരു വിദ്യാർത്ഥിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഒന്നാമത്തെ ഓപ്ഷനാണ് കിട്ടിയത് എന്ന് വിചാരിക്കാം. അപ്പോൾ ആ ഒരു വിദ്യാർത്ഥി നിർബന്ധമായിട്ടും പോയിട്ട് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കണം. അപ്പോൾ ഇങ്ങനെ പെർമനൻറ്റ് അഡ്മിഷൻ എടുത്ത, അതായത് ഫസ്റ്റ് ഓപ്ഷൻ ലഭിച്ച, അത് പെർമനൻറ്റ് അഡ്മിഷൻ എടുത്തു എന്നുള്ളതല്ല, ആ ഒരു വിദ്യാർത്ഥിക്ക് ലഭിച്ച ഫസ്റ്റ് ഓപ്ഷൻ ആണ്. സാധാരണത്തിൽ ഒരു വിദ്യാർത്ഥിക്ക് ഫസ്റ്റ് ഓപ്ഷൻ കിട്ടുകയാണെങ്കിൽ നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നത് ആ ഒരു വിദ്യാർത്ഥിക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും നല്ലൊരു സ്കൂളും അതുപോലെ ഏറ്റവും നല്ലൊരു കോഴ്സിലുമായിരിക്കും ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടായിരിക്കുക എന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിലും ഫസ്റ്റ് ഓപ്ഷൻ അലോട്ട്മെൻറ്റായിട്ട് കിട്ടിയ ഒരു വിദ്യാർത്ഥിക്ക് ട്രാൻസ്ഫറിന് അപേക്ഷിക്കാനായിട്ട്, അതായത് ഫസ്റ്റ് ട്രാൻസ്ഫറിന് അപേക്ഷിക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് സെക്കൻഡ് ട്രാൻസ്ഫറിനോ അല്ലെങ്കിൽ തേർഡ് ട്രാൻസ്ഫറിനോ ആയിരിക്കും വിദ്യാർത്ഥികൾക്ക് ആ ഒരു ഫസ്റ്റ് ഓപ്ഷൻ ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ട്രാൻസ്ഫറിന് അപേക്ഷ കൊടുക്കാനായിട്ട് പറ്റുക. ഇനി ഇപ്പോൾ വിദ്യാർത്ഥികൾക്ക് രണ്ടാമത്തെ ഓപ്ഷനോ അല്ലെങ്കിൽ ബാക്കിയുള്ള ഈ ഒരു 3, 4, 5, 6 മറ്റേതെങ്കിലും ഓപ്ഷൻ അലോട്ട്മെൻറ്റായിട്ട് കിട്ടി നിങ്ങൾ അഡ്മിഷൻ നേടുന്ന വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഫസ്റ്റ് ട്രാൻസ്ഫറിനും അപേക്ഷിക്കാം, സെക്കൻഡ് ട്രാൻസ്ഫറിനും അപേക്ഷിക്കാം, തേർഡ് ട്രാൻസ്ഫറിനും അപേക്ഷിക്കാവുന്നതാണ്. ഇനി ഫസ്റ്റ് ഓപ്ഷൻ ലഭിച്ച എല്ലാ വിദ്യാർത്ഥികൾക്കും ട്രാൻസ്ഫറിന് അപേക്ഷിക്കാൻ പറ്റില്ല എന്ന് ചോദിച്ചാൽ പറ്റുന്നതായിരിക്കും. അതായത് നിങ്ങൾക്കിപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിലാണ് ഫസ്റ്റ് ഓപ്ഷൻ കിട്ടിയത് അല്ലെങ്കിൽ തേർഡ് അലോട്ട്മെൻറ്റിനാണ് ഫസ്റ്റ് ഓപ്ഷൻ അലോട്ട്മെൻറ്റായിട്ട് കിട്ടിയുള്ളതെന്ന് വിചാരിക്കാം. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾക്കൊരു ട്രാൻസ്ഫറിന് അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു. അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടി ഒന്നാമത്തെ ഓപ്ഷനാണ് കിട്ടിയതെങ്കിൽ നിങ്ങൾക്ക് ട്രാൻസ്ഫറിന്, അതായത് ഫസ്റ്റ് ട്രാൻസ്ഫറിനോ അല്ലെങ്കിൽ സെക്കൻഡ് ട്രാൻസ്ഫറിനോ അപേക്ഷ സമർപ്പിക്കാനുള്ള അവസരം കിട്ടത്തില്ല. ചില സമയത്ത് സെക്കൻഡ് ട്രാൻസ്ഫറിനാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഫസ്റ്റ് ഓപ്ഷൻ കിട്ടിയ വിദ്യാർത്ഥികൾക്ക് ട്രാൻസ്ഫറിന് സെക്കൻഡ് ട്രാൻസ്ഫറിലാണ് അവസരം കൊടുക്കാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് ചില സമയത്ത് തേർഡ് ട്രാൻസ്ഫറിലാണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ട്രാൻസ്ഫർ വരുന്ന സമയത്ത് വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് ആ ഒരു കാര്യങ്ങൾ ശ്രദ്ധിച്ച് നോക്കേണ്ടതാണ്. ഇനിയിപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിലോ തേർഡ് അലോട്ട്മെൻറ്റിലോ ആണ് ഫസ്റ്റ് ഓപ്ഷൻ കിട്ടിയതെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ട്രാൻസ്ഫർ മുതൽ ട്രാൻസ്ഫറിന് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ബാക്കിയുള്ള ഏത് ഓപ്ഷൻ കിട്ടിയ വിദ്യാർത്ഥികൾക്കും ട്രാൻസ്ഫറിന് അപേക്ഷിക്കാവുന്നതാണ്. ഇനി എങ്ങനെയാണ് ട്രാൻസ്ഫറിന് അപേക്ഷിക്കേണ്ടത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഓൺലൈനായിട്ടാണ് വിദ്യാർത്ഥികൾ ട്രാൻസ്ഫറിനായിട്ട് അപേക്ഷ സമർപ്പിക്കേണ്ടത്. hscap.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത ശേഷം കാൻഡിഡേറ്റ് ലോഗിൻ എസ്റ്റാബ്ലിഷ് എന്നുള്ള ലിങ്കിൽ മുഖേനയാണ് നിങ്ങൾ ഈ ഒരു അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന ഒരു ഡൗട്ടായിരിക്കും, ഹയർ സെക്കൻഡറിയിൽ നിന്ന് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലേക്ക് ട്രാൻസ്ഫർ ഉണ്ടോ, അല്ലെങ്കിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ നിന്ന് ഹയർ സെക്കൻഡറിയിലേക്ക് ട്രാൻസ്ഫർ ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയൊരു ട്രാൻസ്ഫർ ഉണ്ടായിരിക്കുന്നതല്ല. അതായത് ഈ ഒരു നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഹയർ സെക്കൻഡറിയിൽ നിന്ന് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലേക്കോ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ നിന്ന് ഹയർ സെക്കൻഡറിയിലേക്കോ ഇങ്ങനെയൊരു ട്രാൻസ്ഫർ ഉണ്ടായിരിക്കില്ല. അപ്പോൾ ആകെയുള്ള ട്രാൻസ്ഫർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ HSCയിൽ നിന്ന് HSCയിലേക്ക് മാത്രമാണ് ട്രാൻസ്ഫർ ഉണ്ടാകത്തുള്ളൂ. അത് HSCയിൽ നിന്ന് HSCയിലേക്ക് മാത്രം, അതായത് ഹയർ സെക്കൻഡറിയിൽ നിന്ന് ഹയർ സെക്കൻഡറി സ്കൂളുകളിലേക്ക് മാത്രമാണ് ട്രാൻസ്ഫർ ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്പോർട്സ് കോട്ടയിലും അതുപോലെ തന്നെ മെറിറ്റ് കോട്ട എന്ന് പറഞ്ഞാൽ SWS ലിങ്ക് വഴി നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഒരു ലിങ്ക് വഴി അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾക്കുമാണ് ഈ ഒരു ട്രാൻസ്ഫറിന് അപേക്ഷ സമർപ്പിക്കാൻ പറ്റുക. അതുപോലെ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകളിലേക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കും ഈ ഒരു ട്രാൻസ്ഫറിന് അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുന്നതാണ്. എന്നാൽ കമ്മ്യൂണിറ്റി കോട്ട, മാനേജ്മെൻറ്റ് കോട്ട എന്നിങ്ങനെയുള്ള കോട്ടകളിൽ അഡ്മിഷൻ നേടുന്നവർക്ക് ട്രാൻസ്ഫറിന് അപേക്ഷ സമർപ്പിക്കാനായിട്ട് പറ്റത്തില്ല. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് നിങ്ങൾ ആ ഒരു കമ്മ്യൂണിറ്റി കോട്ട അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് കോട്ടയിൽ അഡ്മിഷൻ നേടിയ സ്കൂൾ എവിടെയാണോ ആ ഒരു സ്കൂളിലെ മറ്റൊരു കോഴ്സിലേക്ക് മാറാൻ മാത്രമേ പറ്റുകയുള്ളൂ. അതായത് ആ ഒരു കമ്മ്യൂണിറ്റി കോട്ടയിൽ അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് കോട്ടയിൽ സീറ്റ് വേക്കൻസി ഉണ്ടെങ്കിൽ അങ്ങനെ മാറാൻ മാത്രമേ പറ്റത്തുള്ളൂ. ഈ ഒരു HSCap വെബ്സൈറ്റ് വഴി വരുന്ന ട്രാൻസ്ഫറിന് അപേക്ഷ സമർപ്പിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇനി എങ്ങനെയാണ് ട്രാൻസ്ഫർ എന്നുള്ള കാര്യം പറയാം.
അപ്പോൾ നിങ്ങൾക്കിപ്പോൾ നിലവിൽ അലോട്ട്മെൻറ്റ് എപ്പോഴാണ് ട്രാൻസ്ഫർ ഉണ്ടാവുക എന്നുള്ള കാര്യം ആദ്യം പറയാം. തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷമാണ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് സാധാരണഗതിയിൽ ഉണ്ടാവാറുള്ളത്. ചില വർഷങ്ങളിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം വിദ്യാർത്ഥികൾ പെർമനൻറ്റ് അഡ്മിഷൻ നേടുകയും അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് നടത്തുകയും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷമാണോ സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷമാണോ ട്രാൻസ്ഫർ ഉണ്ടാകുന്നത് എന്നുള്ളത് നിങ്ങളെ കൃത്യമായിട്ട് അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഇനി അടുത്തതായിട്ടുള്ളത് ട്രാൻസ്ഫർ എങ്ങനെയൊക്കെ വെക്കാം എന്നുള്ളതാണ്. അപ്പോൾ സ്കൂൾ കോഴ്സ് ട്രാൻസ്ഫർ ആണെങ്കിൽ അത് സ്കൂൾ കോഴ്സ് ട്രാൻസ്ഫർ ആണ് വരുന്നതെങ്കിൽ അതായത് ആദ്യത്തെ ട്രാൻസ്ഫറൊക്കെ സ്കൂൾ കോഴ്സ് ട്രാൻസ്ഫർ ആണ് ഉണ്ടാവുക, സെക്കൻഡാണ് ജില്ലാ ട്രാൻസ്ഫർ ഉണ്ടാവുക. അപ്പോൾ സ്കൂൾ കോഴ്സ് ട്രാൻസ്ഫർ ആണ് ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് നിലവിൽ നിങ്ങൾ എ എന്ന സ്കൂളിലാണ് അഡ്മിഷൻ തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം അല്ലെങ്കിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷമോ എ എന്ന സ്കൂളിലാണ് നിങ്ങൾ അഡ്മിഷൻ നേടിയെന്ന് വിചാരിക്കാം. അപ്പോൾ എ എന്ന സ്കൂളിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് ഹ്യൂമാനിറ്റീസ് ആണെന്ന് വിചാരിക്കുക. ഹ്യൂമാനിറ്റീസ് അല്ലെങ്കിൽ കൊമേഴ്സ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും സബ്ജക്റ്റ് അല്ലെങ്കിൽ ബയോളജി സയൻസ് ആണ് കിട്ടിയതെന്ന് വിചാരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എ എന്ന സ്കൂളിൽ ലഭിച്ചിട്ടുള്ള ആ ഒരു കോഴ്സ് നിങ്ങൾക്ക് മാറ്റണം. അതായത് ഹ്യൂമാനിറ്റീസ് എന്നുള്ളത് കൊമേഴ്സിലേക്കോ കമ്പ്യൂട്ടർ സയൻസിലേക്കോ അല്ലെങ്കിൽ സയൻസിലേക്കോ മാറ്റണമെങ്കിൽ നിലവിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ നിന്ന് മറ്റൊരു കോഴ്സിലേക്ക് ട്രാൻസ്ഫറിനായിട്ട് ഓപ്ഷൻ വെക്കാൻ സാധിക്കും. അതായത് നിലവിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ നിന്നും ആ ഒരു അലോട്ട്മെൻറ്റ് ലഭിച്ച കോഴ്സിൽ നിന്നും മറ്റൊരു കോഴ്സിലേക്ക്, അത് സ്കൂൾ മാറുന്നില്ല എന്നാൽ കോഴ്സ് മാത്രമേ മാറുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ മാറാനായിട്ട് ട്രാൻസ്ഫർ വെക്കാം. അതേസമയം നിങ്ങൾക്ക് എ എന്ന സ്കൂളിൽ നിന്ന് ഇപ്പോൾ ഹ്യൂമാനിറ്റീസ് തന്നെയാണ് കിട്ടിയത്, ബി എന്ന സ്കൂളിലേക്ക് ഹ്യൂമാനിറ്റീസിലേക്ക് പോകണം. അതായത് കോഴ്സ് മാറുന്നില്ല, സ്കൂൾ മാത്രം മാറുന്നു. ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഓപ്ഷൻ വെക്കാം. അതുപോലെ തന്നെ സ്കൂളും മാറുന്നു, കോഴ്സും മാറുന്നു. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ എ എന്ന സ്കൂളിൽ നിങ്ങൾക്ക് ഹ്യൂമാനിറ്റീസ് ആണ് കിട്ടിയത്, ബി എന്ന സ്കൂളിൽ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സയൻസ് വേണം. അപ്പോൾ അങ്ങനെയെങ്കിൽ അങ്ങനെ സ്കൂളും മാറാം, കോഴ്സും മാറാം. ഈ ഒരു രീതിയിൽ 3 തരത്തിൽ നിങ്ങൾക്ക് ട്രാൻസ്ഫർ വെക്കാനായിട്ട് സാധിക്കും. ഇനി അടുത്തതായിട്ടുള്ളത് ജില്ലാ ട്രാൻസ്ഫർ ആണ്. ജില്ലാ ട്രാൻസ്ഫർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ഈ ഒരു 3 ടൈപ്പ് ട്രാൻസ്ഫർ, അതായത് നിങ്ങൾക്ക് സ്കൂൾ മാറാതെ കോഴ്സ് മാത്രം മാറുന്നു, അതുപോലെ കോഴ്സ് മാറാതെ സ്കൂൾ മാത്രം മാറുന്നു, അതുപോലെ സ്കൂളും കോഴ്സും രണ്ടും മാറുന്നു. ഈ ഒരു രീതിയിലുള്ള 3 തരത്തിലുള്ള ട്രാൻസ്ഫറുകൾ നിങ്ങൾക്ക് മറ്റൊരു ജില്ലയിലെ മറ്റൊരു സ്കൂളുകളിലേക്ക് നിങ്ങൾക്ക് ട്രാൻസ്ഫർ വെക്കാം. അതായത് എ എന്ന സ്കൂളിൽ നിന്നും നിങ്ങൾക്ക് അതായത് മറ്റൊരു ജില്ലയിലേക്കും വെക്കാം, നിലവിൽ ഇപ്പോൾ വെച്ചിട്ടുള്ള ആ ഒരു ഓപ്ഷൻ പോലെയും വെക്കാം. അതായത് നിലവിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ നിന്നും മറ്റൊരു സ്കൂൾ മാറാതെ മറ്റൊരു കോഴ്സിലേക്ക് ട്രാൻസ്ഫർ കൊടുക്കുന്നു. അതുപോലെ നിലവിലെ സ്കൂൾ മാറുന്നു, എന്നാൽ കോഴ്സ് മാറുന്നില്ല. അതുപോലെ തന്നെ നിലവിലെ സ്കൂളിൽ നിന്നും കോഴ്സ് മാറുന്നു, സ്കൂളും മാറുന്നു. അതുപോലെ തന്നെ നിലവിലെ സ്കൂളിൽ നിന്ന് മറ്റൊരു ജില്ലയിലെ മറ്റൊരു സ്കൂളിലേക്ക് ട്രാൻസ്ഫർ കൊടുക്കുന്നു. അതുപോലെ തന്നെ മറ്റൊരു ജില്ലയിലെ മറ്റൊരു കോഴ്സിലേക്ക് ട്രാൻസ്ഫർ കൊടുക്കുന്നു. ഈ ഒരു രീതിയിലാണ് ജില്ലാ ട്രാൻസ്ഫർ ഉണ്ടാവുക. അതായത് എല്ലാ തരത്തിലുള്ള ട്രാൻസ്ഫറും നിങ്ങൾക്ക് ജില്ലാ ട്രാൻസ്ഫറിൽ വെക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു രീതിയിലാണ്. അതുപോലെ മറ്റൊരു ജില്ലയിലേക്ക് വെക്കുന്ന സമയത്ത് ആ ഒരു ജില്ലയിൽ അപേക്ഷിക്കണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് മറ്റൊരു ജില്ലയിലേക്ക് വേണമെങ്കിൽ അങ്ങനെ മറ്റൊരു ജില്ലയിലേക്ക് നിങ്ങൾക്ക് ട്രാൻസ്ഫറിന് ഓപ്ഷൻ വെക്കാവുന്നതാണ്. ഇനി എങ്ങനെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ HSKP വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക, നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ നൽകുക, പാസ്വേഡ് നൽകുക, ജില്ല നൽകുക, ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്യുന്ന സമയത്ത് വിദ്യാർത്ഥികളോട് ഒരു സെൻഡ് OTP എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലിങ്ക് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഫോണിലേക്ക് വരുന്ന OTP നൽകുക, സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്യുന്നതോടുകൂടി നിങ്ങളുടെ പ്രൊഫൈൽ പേജിലേക്ക് പോകും. പ്രൊഫൈൽ പേജിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് അപ്ലൈ ഫോർ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലിങ്ക് കാണാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ട്രാൻസ്ഫറിന് ഓപ്ഷൻ വെക്കുന്ന മുമ്പ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏത് സ്കൂളുകളിലൊക്കെയാണ് മാറേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കോഴ്സ് മാത്രമാണോ മാറേണ്ടത്, അല്ലെങ്കിൽ സ്കൂൾ മാത്രമാണോ മാറേണ്ടത്, അല്ലെങ്കിൽ സ്കൂളും കോഴ്സും രണ്ടും മാറണോ. അതുപോലെ തന്നെ നിങ്ങൾ ജില്ലാ ട്രാൻസ്ഫർ ആണെങ്കിൽ മറ്റൊരു ജില്ലയിലെ മറ്റൊരു സ്കൂളിലേക്ക് വെക്കണോ ട്രാൻസ്ഫർ, അല്ലെങ്കിൽ ഏത് സ്കൂളിലേക്കാണ് ട്രാൻസ്ഫർ വേണ്ടത്. അതുപോലെ നിങ്ങൾക്ക് കോഴ്സ് കൂടി മാറണമെങ്കിൽ മറ്റൊരു ജില്ലയിലെ ഏത് സ്കൂളിലെ മറ്റൊരു കോഴ്സിലേക്കാണ് മാറേണ്ടത്, അല്ലെങ്കിൽ നിലവിൽ നിങ്ങൾ പഠിക്കുന്ന സ്കൂളിലെ തന്നെ മറ്റൊരു കോഴ്സിലേക്ക് നിങ്ങൾക്ക് മാറേണ്ടതുണ്ടോ. അതുപോലെ തന്നെ നിലവിൽ പഠിക്കുന്ന സ്കൂളിൽ നിന്നും മറ്റൊരു സ്കൂളിലേക്ക് കോഴ്സ് മാറാതെ മാറണോ. അതുപോലെ നിലവിൽ നിങ്ങൾ പഠിക്കുന്ന സ്കൂളിൽ നിന്നും കോഴ്സും സ്കൂളും രണ്ടും കൂടി ഒരുമിച്ച് മാറണോ എന്നിങ്ങനെ നിങ്ങൾക്ക് ഏതൊക്കെ രീതിയിൽ ട്രാൻസ്ഫർ വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിലൊക്കെ നിങ്ങൾക്ക് ട്രാൻസ്ഫർ വെക്കാവുന്നതാണ്. ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യം ലഭിച്ച സീറ്റ് നിങ്ങൾക്ക് നഷ്ടമാകുന്നതായിരിക്കും. ആ ഒരു കാര്യം കൂടി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം പല വിദ്യാർത്ഥികളും മുൻ വർഷങ്ങളിൽ അറിയാതെയൊക്കെ ട്രാൻസ്ഫർ വെക്കാറുണ്ട്. അതുപോലെ തന്നെ ട്രാൻസ്ഫർ വെക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചാൽ നിങ്ങൾ അഡ്മിഷൻ നേടുമെന്ന് ഉദ്ദേശിക്കുന്ന, അത് അഡ്മിഷൻ നേടുമെന്ന് ഉറപ്പുള്ള സ്കൂളുകളിലേക്കും കോഴ്സുകളിലേക്കും അല്ലെങ്കിൽ കോഴ്സ് മാറുന്നതിനും വേണ്ടി മാത്രമാണ് ഓപ്ഷൻസ് കൊടുക്കാവൂ. അല്ലാതെ താല്പര്യമില്ലാതെ നിങ്ങൾ +1 അലോട്ട്മെൻറ്റിന് ഇപ്പോൾ ഓപ്ഷൻ വെക്കുന്ന രീതിയിലൊന്നും ഓപ്ഷൻ വെക്കരുത്. നിങ്ങൾക്കൊരു ഒരു ലക്ഷ്യമുണ്ടായിരിക്കണം. അതായത് ഇന്ന സ്കൂളിൽ ഇന്ന കോഴ്സ് വേണം, അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന സ്കൂളിൽ തന്നെ മറ്റൊരു കോഴ്സിലേക്ക് മാറണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു ജില്ലയിലെ മറ്റൊരു സ്കൂളിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു ജില്ലയിലെ മറ്റൊരു സ്കൂളിലേക്ക് സെയിം കോഴ്സിൽ തന്നെ മാറണം എന്നിങ്ങനെ നിങ്ങൾക്ക് എന്ത് തരത്തിലാണ് മാറേണ്ടത് ആ ഒരു കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അല്ലാതെ +1 അലോട്ട്മെൻറ്റിന് വെച്ച പോലെ ഓപ്ഷൻസ് കൊടുക്കരുത്. നിങ്ങൾക്ക് ട്രാൻസ്ഫർ എങ്ങോട്ടേക്ക് വേണം എന്നുള്ളതനുസരിച്ച് വേണം നിങ്ങൾ ഓപ്ഷൻസ് ട്രാൻസ്ഫറിന് വെക്കാനായിട്ട്.
അപ്പോൾ അപ്ലൈ ഫോർ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് എന്നുള്ള ലിങ്ക് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീടുള്ള പേജിൽ നിങ്ങളുടെ ഈ ഒരു ആപ്ലിക്കേഷൻ നമ്പർ അല്ലെങ്കിൽ SSLC നമ്പർ കൊടുക്കാനുണ്ടാവും. അപ്പോൾ SSLCയുടെ രജിസ്റ്റർ നമ്പർ കൊടുക്കുക. സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ അവിടെ വരും. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് വേണ്ട സ്കൂൾ, കോഴ്സ് എന്നിവ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അതിനുശേഷം ആ ഒരു ഓപ്ഷൻസ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ ആദ്യം സ്കൂൾ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു, കോഴ്സ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ആ ഒരു ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഓപ്ഷൻ ആഡ് ചെയ്യുന്നു. ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് വേണ്ട 1-2 ഓപ്ഷൻസ് മാത്രം നിങ്ങൾക്ക് വെക്കാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര ഓപ്ഷൻ വേണമെങ്കിലും വെക്കാം. നേരത്തെ പറഞ്ഞതുപോലെ ട്രാൻസ്ഫർ കിട്ടിയാൽ നിങ്ങൾ ഉറപ്പായിട്ടും മാറേണ്ടതായിട്ട് വരും. ട്രാൻസ്ഫർ കിട്ടിയിട്ടില്ലെങ്കിൽ നിലവിലെ സ്കൂളിൽ തുടർന്ന് പഠിക്കാൻ സാധിക്കുന്നതായിരിക്കും. ഇനി അടുത്തതായിട്ടുള്ളത്, ഈ ഒരു രീതിയിൽ നിങ്ങൾ ഓപ്ഷൻസ് ആഡ് ചെയ്ത ശേഷം ഫൈനൽ കൺഫർമേഷൻ ചെയ്യും മുമ്പായിട്ട് നിങ്ങൾ ഒന്നുകൂടി നിങ്ങൾ നൽകിയ ഓപ്ഷൻസ് പരിശോധിച്ച് നിങ്ങൾക്ക് വേണ്ടാത്ത ഓപ്ഷനാണ് കൊടുത്തതെങ്കിൽ അതിന് നേരെയുള്ള ഡിലീറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് ചെയ്യാവുന്നതും, പുതിയ ഓപ്ഷൻ വേണമെങ്കിൽ നേരത്തെ ചെയ്തതുപോലെ സ്കൂളും കോഴ്സും ആഡ് ചെയ്യാവുന്നതും ആണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാം ട്രാൻസ്ഫർ വെച്ച ഓപ്ഷൻസൊക്കെ നിങ്ങൾക്ക് വേണ്ടത് ആണ് എന്നുള്ളത് കൃത്യമായിട്ട് ഉറപ്പുവരുത്തണം. അല്ലാതെ ഇഷ്ടമില്ലാത്ത കോഴ്സും സ്കൂളൊന്നും കൊടുത്തിട്ട് അവസാനം ട്രാൻസ്ഫർ കിട്ടിയ ശേഷം എനിക്കത് വേണ്ട എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം എവിടെയാണോ അഡ്മിഷൻ ഉണ്ടായിരുന്നത് അവിടുത്തെ അഡ്മിഷൻ ക്യാൻസൽ ചെയ്യുന്നതും പിന്നീട് പുതിയ സ്കൂളിലേക്ക് നിങ്ങളുടെ അഡ്മിഷൻ ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നതും ആയിരിക്കും. അതുകൊണ്ട് തന്നെ ട്രാൻസ്ഫർ ആഗ്രഹിക്കുന്ന സ്കൂളുകൾ മാത്രമാണ് വിദ്യാർത്ഥികൾ ട്രാൻസ്ഫറിനായിട്ട് ഓപ്ഷൻ വെക്കാവുക. അതുപോലെ ട്രാൻസ്ഫർ ആഗ്രഹിക്കുന്ന കോഴ്സ് മാത്രമാണ്, അത് സ്കൂൾ മാറാതെ കോഴ്സ് മാത്രമാണ് മാറേണ്ടതെങ്കിലും നിങ്ങൾ ആ ഒരു കാര്യങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഹ്യൂമാനിറ്റീസ് അല്ല വേണ്ടത്, ഹ്യൂമാനിറ്റീസിൽ നിങ്ങൾക്കിപ്പോൾ കൊമേഴ്സ് ആണ് വേണ്ടത് എന്ന് വിചാരിക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ കൊമേഴ്സിൽ നിന്ന് നിങ്ങൾക്കിപ്പോൾ ബയോളജി സയൻസ് ആണെങ്കിൽ ബയോളജി സയൻസേ കൊടുക്കാവൂ. അല്ലാതെ കൊണ്ടുപോയിട്ട് ഹ്യൂമാനിറ്റീസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രാൻസ്ഫർ കിട്ടുന്ന സമയത്ത് നിങ്ങൾ ഹ്യൂമാനിറ്റീസിലാണ് കിട്ടിയതെങ്കിൽ അങ്ങനെ അങ്ങോട്ടേക്ക് മാറേണ്ടതായിട്ട് വരും. അല്ലാതെ എനിക്കത് വേണ്ട, എനിക്ക് ആദ്യം കിട്ടിയ സീറ്റ് മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാറാനായിട്ട്, അത് അവിടെ തന്നെ തുടരാനായിട്ട് സാധിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ ട്രാൻസ്ഫറിന് ഒക്കെ ഓപ്ഷൻ വെക്കുന്ന സമയത്ത് നിങ്ങൾ കൃത്യമായിട്ട് വളരെ ശ്രദ്ധയോടുകൂടി നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ ഓൺലൈനായിട്ട് നിങ്ങൾ ഈ രീതിയിൽ ആപ്ലിക്കേഷൻ ഓപ്ഷൻസ് ഒക്കെ നൽകിയ ശേഷം നിങ്ങൾക്കത് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ കൺഫേംഡ് ആയി എന്ന് മനസ്സിലാക്കാം. ഈ ഒരു ട്രാൻസ്ഫറിൻ്റെ ആപ്ലിക്കേഷനിൽ എഡിറ്റ് ഓപ്ഷൻ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അതുപോലെ നൽകിയ ട്രാൻസ്ഫർ ആപ്ലിക്കേഷൻ ഡിലീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യാനോ സാധിക്കുന്നതല്ല, എഡിറ്റ് ചെയ്യാനോ സാധിക്കുന്നതായിരിക്കില്ല. ആ ഒരു കാര്യം കൂടി നിങ്ങൾ ട്രാൻസ്ഫറിന് അപേക്ഷിക്കുന്ന മുമ്പ് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ട്രാൻസ്ഫർ കിട്ടിക്കഴിഞ്ഞാൽ നിർബന്ധമായിട്ട് മാറേണ്ടതായിട്ട് വരും. ട്രാൻസ്ഫർ കിട്ടിയിട്ടില്ലെങ്കിൽ നിലവിലെ സ്കൂളിൽ തുടരാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.